കൊള്ളാം. സമ്മതിച്ചു തോന്നുവേണ്ട. ഒരു കൊലക്കത്തിക്ക് എത്ര മൂർച്ച വേണമെന്ന് കൈത്തടക്കമുള്ള ഒരു പെരുങ്കൊല്ലന് മാത്രമേ അറിയൂ. അവരുടെ നാവുകളെക്കാൾ മൂർച്ച ഞങ്ങളുടെ കൊലക്കത്തിക്കുണ്ടെന്ന് കാണിച്ചു കൊടുത്തു. രാമേട്ടാ, നേരം വെളിച്ചമാവട്ടെ, രാമേട്ടന് കാണാം. കഴുത്തറ്റ രണ്ട് ജഡങ്ങൾ ഈച്ചയാർക്കുന്നത് അവരുടെ കൊടി കൊണ്ട് തന്നെ പുതപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. ഇതാ ഇതാ അവരുടെ ചോര കുടിച്ച കൊലക്കത്തികൾ. ഒന്നുകൂടി തേച്ച് മിനുക്കി ചുട്ടു രാഗി വെക്കണം. ഇനിയും ആവശ്യം വരും. തേച്ച് മിനുക്ക് ചുട്ടു രാവ്. ഇതാ ഇതാ ഉടൻ തന്നെ വരാം. ഈശ്വര, ആരുടെ ചോരയാണ്, ആരുടെ ചോരയാണ് നിങ്ങളുടെ ദാഹം തീർത്തത്? ആരുടെ ആയാലും ഞാൻ പണിതു കൊടുത്ത ആയുധം കൊണ്ടല്ലേ അവരുടെ ജീവനറ്റത്. ഓ ഈശ്വര, രാത്രിയിൽ ഞാൻ കണ്ട പേക്കിനാവ് സത്യമാകുകയാണല്ലോ. ഞാൻ പണിതു കൊടുത്ത അറവ് കത്തി കൊണ്ട് 1000 ആട്ടിൻകുട്ടികളുടെ തലയറുത്തത്. തലയറ്റുപോയ ആട്ടിൻകുട്ടികൾ ഒച്ചയില്ലാതെ കരയുന്നതും കിടം ചോര കുടുകുടാ ഒഴുകിയ. ഓ ഈശ്വര, രാത്രിയിൽ ഞാൻ കണ്ട പേക്കിനാവ് അങ്ങനെ സംഭവിക്കുകയാണല്ലോ. ആരുടെ തലയാണ് അവൻ അറുത്തെടുത്തത്? അച്ഛാ, ഓ കുളിക്കാൻ പോയിരിക്കാം. ഈ കുളത്ത് കുളിക്കാൻ പോകുമ്പോ എന്നെ കൂടി വിളിച്ചൂടെ അച്ഛന്? ഒന്ന് നീന്തി കുളിക്കാൻ കൊതിയാവുന്നു. അയ്യോ കുഞ്ഞിമാളോ, നീ എണീറ്റോ? രാത്രി ഉറങ്ങിണ്ടാവില്ല അല്ലേ? അയ്യോ എന്റെ കുട്ടി,
മാറിയില്ലേ സങ്കടം? നീ ഇത്തിരി നേരം ഒറ്റയ്ക്കിരി കേട്ടോ. ഇത്തിരി പണിയുണ്ട്. ഒരു ജപവും കഴിഞ്ഞ് അച്ഛൻ ഇപ്പൊന്ന് വരും. അപ്പോഴത്തേക്കും ഞാൻ ഈ ഉലയില് തീ കൂട്ടട്ടെ. എന്നിട്ട് നിനക്ക് വെള്ളവും തീറ്റി ഒക്കെ തരാലോ. നീ എപ്പോഴാ വലുതാവാ എന്റെ കുഞ്ഞിമുയലെ? പെട്ടെന്ന് വലുതാവണം. എന്നിട്ട് ഒരുപാട് കുഞ്ഞുമുയലുകളെ പ്രസവിക്കണം. നേരത്തെ ചുട്ടുകൈ കൊടുക്കാൻ പറഞ്ഞിരുന്നു. അയാൾ ഇപ്പൊ അറവ് കത്തി. അച്ഛൻ എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ ആ ചായപ്പിലേക്ക് പോയി കുറച്ച് ചായ ചൂടാക്കാൻ നോക്ക്. ചായ ഉണ്ടാക്കി തരാം. പക്ഷെ ഈ മാണിക്യത്തോട് പറയണം, അച്ഛൻ എന്താ പതിവില്ലാതെ? മോളെ, കാലം മാറുമ്പോ പതിവില്ലാത്തതൊക്കെ സംഭവിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നേരം ഒന്നുകൂടി കുതിർന്നോട്ടെ. നിങ്ങളുടെ കണ്ണിന് ഒന്നുകൂടി തെളിച്ചം വെച്ചോട്ടെ. അപ്പൊ എല്ലാം മനസ്സിലാവും. അച്ഛാ, ഒന്ന് തിരിച്ചു പറയേ. മോളെ, അച്ഛനാണ് ആദ്യം കേട്ടത്. അച്ഛനാണ് ആദ്യം കണ്ടത്. അങ്ങാടിയിലെ വാസുകുട്ടിയുടെ ചായപ്പീടിക്ക് മുമ്പിൽ രണ്ടുപേര് തലയറ്റ് കിടക്കുന്നുണ്ട്. അവരുടെ ചോര റോഡിൽ കട്ടുപിടിച്ച് കിടക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ കേട്ട ആളല്ല. എന്ത്? മിനിഞ്ഞാന്ന് രാത്രിയില് ശിവദാസേട്ടൻ ഇവിടെ മിണ്ടി പോകരുത്. ഒന്നും കളയും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, പാടില്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല. എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. എന്റെ ദൈവങ്ങളെ, ആയുധം പണിത് കൊടുക്കുന്നവൻ പെരുക്കൊല്ലൻ. അവൻ പണിയുന്ന ആയുധം ചെടി നാരും താലിനരി വഴി ആളുകളുടെ തലയറക്കുന്നു. ആരാണ് തെറ്റുകാരൻ? ആയുധം പണിത് കൊടുത്തവനോ അതോ അത് പ്രയോഗിക്കുന്നവനോ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എനിക്ക് പേടിയാവുന്നു. ഓർമ്മയില്ലേ, മിനിഞ്ഞാന്ന് രാത്രിയില് ശിവദാസേട്ടൻ ഇവിടെ വന്നതും അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത കത്തിയും കൊടാലിയുമായി അനക്കമില്ലാതെ ഇറങ്ങിപ്പോയതും. പോകുമ്പോ ശിവദാസേട്ടൻ അച്ഛനോട് സ്വകാര്യം പറഞ്ഞത് നീ ഓർക്കുന്നോ? തലയെടുക്കുമെന്ന്. അതേ കുഞ്ഞുമാളും തലയിട്ട് അങ്ങാടിയിൽ കിടക്കുന്നുണ്ട്. ആരൊക്കെയോ കണ്ടതും കേട്ടതും ഒക്കെ മറന്നു കളാ. ഇത് കണ്ട പരീതിന്റെ കത്യ. ഇതിപ്പോ ചുട്ടിലായി കൊടുക്കണം. അവനിപ്പോ വരും. എനിക്കൊന്നും കാണണ്ട. അറിവ് കത്തിയും കോടാലിയെല്ലാം എനിക്ക് പേടിയാവും. കൊല്ലക്കുടിയിലെ കുട്ടി ആയുധം കണ്ട് പേടിക്കരുത്. എനിക്ക് പേടി തന്നെയാ. എത്രയോ രാത്രികളില് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത അറിവ് കത്തി, പരീതിക്കുള്ള അറിവ് കത്തി എന്റെ കുഞ്ഞുമാളിനെ കഴുത്തിന് നേരെ നീണ്ടു
കുഞ്ഞുമാണ് ഒരു ദിവസം ഞാൻ ഇതിലെല്ലാം തലയിൽ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ മുയൽ കുഞ്ഞിനെ പോറ്റാൻ നടക്കുന്നു. അല്ല ഈ കൊല്ലക്കുടിയിൽ എന്തിനാ മുയൽ കുഞ്ഞ്? ഞാൻ ഇതിനെ കുഞ്ഞുമാളിനെ കൊന്ന അങ്ങാടിയിൽ ആളുകൾ ചത്ത വീഴുണ്ടല്ലോ. അച്ഛനെ കഥയുണ്ട്. എന്റെ മോനെ കൊല്ലരുത്. അയ്യോ ആരാ ഇത് ചെയ്തത്? എന്റെ മോനെ ഇളയ ശരീരം ആരാ ഇങ്ങനെ വെട്ടി കീറിയത്? അയ്യോ കൊന്ന് കളഞ്ഞല്ലോ ഇങ്ങളെന്റെ മോനെ. ഇരുമ്പിനോടും തീയോടും വല്ലിട്ട കുഞ്ചക്കരയിൽ 4 സെന്റ് സ്ഥലമാണ്. ഇനി അവിടെ ഒരു കുടില് കെട്ടി പാർക്കണമെങ്കിൽ എത്ര നാൾ തീ തിന്നത്. മോഹങ്ങൾ പൂത്തപ്പോ പാടില്ലാത്തതൊക്കെ ചെയ്തു. ഇനി അതിന്റെ പേരിൽ എത്ര നാൾ എനിക്കറിയില്ല. വരിയിലായിരുന്നോ? എന്റെ കത്തി ചുട്ട് വെച്ചിട്ടുണ്ട്. വേണ്ട, ഞാൻ ഇന്ന് ആളിനെ അറക്കുന്നില്ല. അതിന് നമ്മുടെ ആൾക്കാർക്ക് ആർട്ടിസ്റ്റ് വേണ്ടോ? നമ്മുടെ അങ്ങാടിയിലെ 2 എണ്ണത്തിന്റെ തല അറുത്തട്ടേക്കണ്. മോനെ അങ്ങാടിയിലോ? അങ്ങാടിയിൽ എന്താ? അല്ല, എനിക്കിതൊന്നും അറിയില്ലേ? എടാ, നമ്മുടെ വാസുവേട്ടന്റെ ചായപ്പീടിയുടെ ഉമ്മർത്ത് 2 എണ്ണത്തിന്റെ തല അറുത്തിട്ടേക്കണ്. ആരാ ആരാ മരിച്ചത്? ആരായ എന്താ? അമ്മ പെറ്റ മക്കളല്ലേ, ഒരു ജീവന് വിലയില്ലേ? ഏത് പാർട്ടിക്കാരായ എന്താ? ഒരു ജീവന് വിലയില്ലേ? വെറ്റ് ഇടത്തെ ഭാഗത്തായിരുന്നു വെട്ട്. കരൽ അറ്റു പോയിട്ടുണ്ടാവും. പിന്നെ കഴുത്തിലൊരു വെട്ട്, തല പോയിട്ടുണ്ടാവും. എന്തിന്? അയ്യോ, വിരല് പോലെ ആരത്ത് മുറിച്ചിട്ടിരിക്കുന്നടാ. ഓ, എന്തൊരു കടുക്കൈ! എനിക്കറിയോ, കൊയ്ത്തുകാരി നാണിയമ്മയ്ക്ക് ഏകി ഉണ്ടായെന്ന ആന്തരിയാ. നമ്മുടെ അപ്പുവേട്ടന്റെ 2ാമത്തെ മകനും നമ്മുടെ സുധാകരനും അരവിന്ദനുമാടാ. സുധാകരനും അരവിന്ദനോ? അതെ, 2ആളും ഒരു പാർട്ടിക്കാര് തന്നെയാ. ഒന്നത് മോശം പാർട്ടിക്കാരാടാ. പരീത്, നീ ആയിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ചുമ്മാതെ മിണ്ടാതെ കണ്ടു നിന്നാ മതി, അല്ലെങ്കിൽ ആപത്താ. എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുവേ? കണ്ണും കരളുമില്ലെന്ന് മിണ്ടാതിരിക്കാൻ പറ്റില്ലടാ. എനിക്കറിയില്ലേ, 1000 ആട്ടുകുട്ടികളെ ഈ കൈയുണ്ടാറും വെട്ടി അറുപ്പ് തീർന്നവനായി പരീത്. എന്നിട്ടും അത് കണ്ടു വെക്കാൻ പറ്റില്ല. കരളറ്റ
എടാ, ഹൃദയം നൊന്തു പോകുന്നു. ആട്ടിൻകുട്ടികളെ ഇറച്ചിക്ക് വേണ്ടി വെട്ടി കയ്യറപ്പ് മാറിയ പരീതിന് പോലും ഇടനെഞ്ചു പിടയുന്ന കാഴ്ച. ഓ, എങ്കിൽ അതെത്ര ഭീകരമായിരിക്കും. ഞാൻ പണിത് കൊടുത്ത ആയുധങ്ങൾക്ക് ഇത്രയും മൂർച്ചയോ? അതുകൊണ്ട് ഈ അവധി ഇവിടെ തന്നെ ഇരിക്കട്ടെ. പുറത്തിറങ്ങാൻ പറ്റില്ല. ആകെ പിണങ്ങി നിൽക്കുക. അത് മാത്രല്ല, പോലീസുകാർ എല്ലാം വലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതുകൊണ്ട് പോകാൻ പറ്റില്ലടാ. പിന്നെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ബോംബ് പോലെയാ നമ്മുടെ അങ്ങാടി ഇപ്പോ. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഞാനേ പങ്കെടുത്തോളാം. പിന്നെ ഇപ്പൊ എങ്ങോട്ടും പോകണ്ടട. മോളെ നോക്കി ഇവിടെ തന്നെ ഇരുന്ന്. നിന്റെ വിവരിക്കല് നിർത്തണേ. അങ്ങാടിയിൽ നിന്നോട് ആരാടി അങ്ങാടിയിൽ പോവാൻ? ശവം കാണാൻ പൂതിയാ നിനക്ക്? ചോര കാണാൻ പൂതിയാ? നിന്നെ ഞാൻ പോലീസ് പിടിച്ച പിന്നെ വേറെ ആരാ എനിക്കുള്ളത്? മോളുടെ അച്ഛനെ എന്തിനാ പോലീസ് പിടിക്കുന്നത്? അച്ഛനല്ലേ ശിവദാസേട്ടന് കത്തിയും കോടാലിയും പണിഞ്ഞു കൊടുത്തത്? അതുകൊണ്ടല്ലേ ശിവദാസേട്ടൻ അവരെ വെട്ടിക്കൊന്നത്? ആര് പറഞ്ഞു ശിവദാസേട്ടൻ അത് ചെയ്തതെന്ന്? ശിവദാസേട്ടന് പാർട്ടിക്കാരാണ് ചെയ്തത്. ആളുകൾ അങ്ങാടിയിൽ അടക്കം പറയുന്നത്. ആരോടും നീ പറയരുത്.
എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. എന്റെ ദൈവങ്ങളെ, പ്രാർത്ഥിക്കാൻ ഒരു വാർത്ത പോലും കിട്ടുന്നില്ലല്ലോ. എന്റെ മനസ്സില് ഒരു ഒലത്തി നീരി പുകയുന്നുണ്ട്. എന്റെ കടല് ആരോ ഉള്ളരം കൊണ്ട് രാകുന്നുണ്ട്. എന്റെ കുഞ്ഞിമാളും, നിനക്കറിയില്ലേ കൊല്ലൻ എന്ന വാക്കിന്റെ അർത്ഥം വലിയ കൊല ചെയ്യുന്നവരെന്നാണോ? പെരിയ പെരിയ കൊല ചെയ്യുന്നവൻ, കൊല്ലൻ. കുഞ്ഞുമാണോ, എന്റെ മാണിക്കം, നീ കണ്ടുപിടിച്ച അർത്ഥം ശരിയാണ്. അതെ, ശരിയാണ്. എന്റെ കുഞ്ഞിമാളും അങ്ങാടിയുടെ ചുവട്ടിൽ ശിവാകരന്റെ മരിച്ച ദുഃഖത്തിൽ തളർന്ന് കിടക്കുക അത്രേ നാണിയമ്മ. അമ്മയ്ക്ക് പുരട്ടാൻ കുടുംബമായി വരാമെന്ന് പറഞ്ഞ് പുരേന്ന് ഇറങ്ങിയതാ അത്രേ. പാവം, ഇപ്പൊ കൊയ്ത്തുകാരി നാണിയമ്മയ്ക്ക് ആരാ ഉള്ളത്? കൊയ്ത്തുകാരി നാണിയമ്മയുടെ അരിവാണ് ഇന്നലെ ചുട്ടിരായി വെക്കാൻ പറഞ്ഞു പോയതാണ്. ഇന്ന് അത്രമൻ ആജിയുടെ പാടത്ത് കൊയ്ത്താ. ഇത് വാങ്ങാൻ ഓള് വരുവോ ഇല്ലയോ? എങ്ങനെ വരാനാ? ആകെയുള്ള ഒരു ആൺതരിയല്ലേ പോയത്. ഇനി അവൾക്ക് ഇത് വേണ്ടി വരില്ല. ആർക്ക് വേണ്ടി മെയ്യണം? ആർക്ക് വേണ്ടി കൊയ്യണം? കുഞ്ഞിമാളും കൺപണിക്കാരൻ അരവിന്ദേട്ടന്റെ മുഴുകഥ കുലക്കരികിൽ തണുത്തു കിടക്കുന്നു. അരവിന്ദേട്ടനും അങ്ങാടിയിൽ തണുത്ത് കിടക്കുക. തള്ളിയും മുടലും മറ്റും അനക്കമില്ലാതെ. അരവിന്ദേട്ടന്റെ കല്യാണമായിരുന്നു അടുത്ത ചിഹ്നത്തിന്. ഭാവം മരിക്കുമ്പോ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും കണ്ടു. കൂട്ടാത്ത കണ്ണുകൾ, കണ്ണുനീരൊലിച്ചിറങ്ങിയ പാടുകൾ ശരിക്കും ശ്രദ്ധിച്ചു. കൽപ്പണിക്കാരൻ അരവിന്ദന്റെ മഴുവായി ഇന്നലെ ചുട്ടുരാഗി വെക്കാൻ അവനിടെ വന്നപ്പോ ഞാൻ ആ കോടാലി പണിയുകയായിരുന്നു. ശിവദാസൻ പറമ്പ് ഏൽപ്പിച്ച ആ കൈക്കോടാലി അവന്റെ വാൽമനക്കിലേക്ക് അവൻ വെറുതെ നോക്കിയിരുന്നു. അതിന്റെ മൂർച്ച അവനെ അമ്പരപ്പിച്ചിരുന്നു. എന്തായാലും ആ കോടാലിയാണ് അവന്റെ ജീവൻ എടുക്കുമെന്ന് അപ്പോൾ അവൻ ഓർത്തിട്ടുണ്ടാവില്ല. ഇനി ഈ മഴു എന്തിന് ചുട്ടുരാഗി വെക്കണം? ഇത് വാങ്ങാൻ അവൻ വരില്ലല്ലോ. അവന്റെ പൂങ്കോഴി പോലത്തെ ശരീരം കുറുമ്പരിക്കുന്നുണ്ടാവും റോഡിൽ. ചോറ് കഴിക്കും. എന്താടി ഗർവിച്ചിരിക്കുന്നത്? ഇന്നലെ രാത്രി വെച്ച ചോറ. നീ അത് വെച്ച് തണുപ്പിക്കാതെ തിന്നാൻ നോക്ക്.
ഇരുമ്പിനോടും തീയോടും മല്ലിട്ട നിനക്കൊക്കെ തിന്നാൻ തരുന്നത്. അതും വേണ്ടാന്ന് വെച്ചാ ആ കഴിക്ക്. ഓരോരുത്തർക്ക് കത്തിയും കൊടാലിയും ചെയ്തു കൊടുക്കുക, അതിന്റെ മൂർച്ച കൂട്ടി കൊടുക്കുക. ഇതൊക്കെയാ പെരുങ്കൊല്ലന്റെ ജോലി. കൊല്ലപ്പുറയെന്ന് പുറത്തു പോകുന്ന ആയുധം എന്ത് ചെയ്യുന്നു? ഒരു കൊല്ലനും നോക്കാറില്ല. കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട ചോറ്. ചോറല്ലേ ഇത്, കൊലച്ചോറാ. അടി വന്നത് നീ ആളുകൾക്ക് കൊലക്കത്തി പണിഞ്ഞുണ്ടായി കൊടുത്ത ഈ ചോറ് എനിക്ക് വേണ്ട. കത്തിയും കോടാലിയും ഒക്കെ പണിത് കൊടുക്കുക, അതാ പെരുങ്കൊല്ലന്റെ അന്നം. അത് തിന്നാ നീ പോത്തുപോലൊക്കെ വളർന്നത്. വേണ്ട പോലും വേണ്ട. പച്ചയിറച്ചി ചീഞ്ഞു മണക്കം പോലെ തോന്നുന്നു. തോന്നും. എന്തിനാ നീ അങ്ങാടിയിൽ പോയ? വെട്ടിത്തറച്ച ശവത്തിന്റെ ഇറച്ചിയും ചോരയും നുണത്തു വെക്കാൻ നിന്നോട് ആരാ പറഞ്ഞെന്ന്? അച്ഛന്റെ കത്തിക്ക് ഇത്ര മൂർച്ചയുണ്ടെന്ന് അറിയാനാ പോയത്. അവിടെ തങ്ങി നിന്ന ചോരമണം നമ്മുടെ കൊല്ലപ്പുറയിൽ നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് തോന്നും. എനിക്ക് വേണ്ട ചോറ്, എനിക്ക് വേണ്ട. അച്ഛ ഒന്ന് ചോദിച്ചോട്ടെ, ഓരെ കൊല്ലാനാണെന്ന് അറിഞ്ഞിട്ട് അച്ഛൻ എന്തിനാണ് ശിവദാസേട്ടന് കത്തിയും കൊടാലിയും പണിഞ്ഞു കൊടുത്തത്? ഓൻ കുറെ പണം എന്റെ കയ്യിൽ വെച്ച് തന്നപ്പോ അച്ഛൻ മറ്റൊന്നും ഓർത്തില്ല. എരിവും പുളിയും കൂട്ടി 2 നേരത്തെ ചോറ്, അത്ര മാത്രമേ അച്ഛൻ ഓർത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇത് കൊലച്ചോറാണെന്ന്. കൊലച്ചോറ് എനിക്ക് വേണ്ട. കർണനായിരുന്നോ? ഞാൻ പേടിച്ചു പോയി. എങ്ങനെ പേടിക്കാതിരിക്കും? എങ്ങനെയാ പേടിക്കാതിരിക്കാ? രാത്രി പെരേന്ന് പിടിച്ചിടത്തി കൊണ്ടുപോയല്ലേ ഓരോരുത്തരെ കൊല്ലുന്നുണ്ട്. ഇന്നലത്തെ സംഭവം തന്നെ. അരവിന്ദൻ പെരയിൽ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോഴല്ലേ ആരോ ഒന്ന് വിളിച്ചത്. എന്താ പറയാ, ഇതെല്ലാം ഞാൻ എത്ര പ്രാവശ്യം കേട്ട് മടുത്ത. ഇനിയും നടക്കുന്ന കേൾക്കണത്. മറ്റൊരു പകരം ചോദിക്കും. പകരത്തിന് പകരം ഇവരും. നാട് കൊലക്കളാവും. ദാമോട്ടാ, കണ്ടില്ലേ? 4 കൊല്ലം മുമ്പാ എന്റെ ഈ കൈ പോയത്. ദാമോട്ടൻ അറിയാലോ, ഞാൻ അധികം ഒന്നും പറയുന്നില്ല. എന്റെ കൈ ഒരെടുത്തോട്ടെ, ചുട്ടു നിന്നോട്ടെ. അന്ന് വിനോദിന്റെ ബേക്കറിയിൽ പലഹാരം വാങ്ങാൻ പോയതായിരുന്നു സതീശ്. ഞാൻ ആ ബേക്കറിന്റെ കോലായിൽ ഒരു ബീഡി വലിച്ചങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴല്ലേ ഒരു ജീപ്പ് വന്ന് നിന്നത്. എന്തൊക്കെയോ മുദ്രാവാക്യം വിളിച്ച് കുറെ പേർ ചാടി ഇറങ്ങിയതും സതീശന് നേരെ ബോംബെറിഞ്ഞതും സതീശൻ തുണ്ടം തുണ്ടമായി ബേക്കറിന്റെ കോലായിൽ ചതറി വീണതും അവരന്ന് എറിഞ്ഞ ബോംബ് എന്റെ ഈ കയ്യും കൊണ്ടാ പോയത്. അതിന്റെ നടുക്കം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. പൊട്ടാതെ കിടക്കുന്ന ഒരു ബോംബ് ഇപ്പോഴും എന്റെ തലയിലുണ്ടെന്നൊരു തോന്നലാ. ഇതൊക്കെ എനിക്കറിയാം. നീ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. വീണ്ടും വീണ്ടും പറയുമ്പോ നഷ്ടപ്പെട്ടു പോയ കൈ കിട്ടുന്ന പോലെ. അല്ല, നീ ഇപ്പൊ എവിടുന്നാ വരുന്നേ? അങ്ങാടിന്ന്. വീടുകളൊന്നും തുറന്നിട്ടില്ല. ആളുകളിലൊക്കെ ഒരു മിണ്ടാട്ടമില്ല.
രാത്രി വിലാപയാത്രയും പൊതുയോഗവും ഉണ്ടത്രേ. 144 പാസ്സാക്കിയിട്ടുണ്ട്. ആവട്ടാ, ഇനിയും എന്തെങ്കിലുമൊക്കെ നടക്കും കേട്ടാ. അത് ഉറപ്പാ. എന്റെ ഈശ്വര, അല്ല കൊന്നവനെ പിടികിട്ടിയോ? ഇല്ലാണ്ട് പകല് പോലെ സത്യല്ലേ കൊന്നതാരാന്ന്. ആരാ? ദാമോട്ടാ, അതെല്ലാം പിന്നെ പറയാ. ദാമോട്ടം പോയി കുറച്ച് വെള്ളം ഗ്ലാസ്സിൽ കിട്ടട്ടെ. നല്ല സ്വയംഭ സാധന. അല്ല ദാമോട്ടാ, എവിടെ ദാമോട്ടന്റെ മോള്? അവളെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. വേഗം പാപ്പ, നിക്കപ്പൊറുതി കിട്ടുന്നില്ല. ഹർത്താലായതുകൊണ്ട് ഇത് കിട്ടാൻ കുറച്ച് പാടുപെട്ടു. മോള് വരുമ്പോഴത്തേക്കും ഇത് കാലിയാക്കണം. അല്ല, മനസ്സിനൊരു പിരിമുറുക്കം. നീ ഇതിപ്പോ കൊണ്ടുവന്നത് നന്നായി. ശരിയാതാവട്ടെ, മനസ്സ് കലമ്പിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. അല്ല, നീ എവിടുന്നാ ഇപ്പൊ വരുന്നത്? ഞാനേ മോർച്ചറിന്ന് വരുവാ. അരവിന്ദിന്റെയും സുധാകരന്റെയും ശവം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയത് 4 മണിക്കാ. ഇപ്പം പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയിട്ടേ ഉള്ളൂ പൊതുദർശനത്തിന്. 12 മണിക്കാ പോലീസുകാർ വന്നത്. മഹത്തർ തയ്യാറാക്കുമ്പോഴത്തേക്കും 1:30 മണിയായി. പിന്നെ ഞാനും പരീതും കൂടിയാ ശവങ്ങൾ പായയിലും കെട്ടിപ്പൊതിച്ച് ആംബുലൻസിൽ കയറ്റി. അറ്റുപോയ ഉടലും കയ്യും കാലും ഒക്കെ തുന്നിക്കെട്ടി പുറത്തു കൊണ്ടുവന്നപ്പോ ഓരോ മുഖാകെ മാറിയിരുന്നു. കണ്ടുകൂടാ കിടപ്പ്. എല്ലാവരുടെയും മുഖം മാറിയിരിക്കുന്നു. കാലത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, എല്ലാവരുടെയും ചിരിയില് ഒരു കൊലച്ചിരി പതുങ്ങിയിരിക്കുന്നുണ്ടോ? ശരിയാതാവട്ടാ, ഈ കൊല്ലും കൊലയും കാണുമ്പോ ഒരു പുഞ്ചിരിയിൽ ഒരു കൊലച്ചിരി, ഒരു നല്ല വാക്കിന് മുന്നിൽ ഒരു കഥാര കീഴ്മേൽ മറിഞ്ഞിരിക്കുക. ഈ കത്തിയും കടാരയും ഒക്കെ ചെയ്യുന്നത് ആരാ? ഈ പെരും കൊല്ലൻ. കരുണ, ലോകത്തിലെ എല്ലാ കൊലപാതകങ്ങൾക്ക് പിന്നിലും ഒരു പെരുങ്കൊല്ലന്റെ കൈയും. ശപിക്കപ്പെട്ട ജീവിതമാണ് ഈ പെരുങ്കൊല്ലൻ. ഇത്ര പെട്ടെന്ന് ലഹരി പിടിച്ചു, അല്ലെങ്കിലും ഭ്രാന്ത് കയറുന്ന സാധനമായി. ആരുടെ ചോര കുടിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ജന്മം നൽകിയത്? ദാമോട്ടൻ എന്താ കുട്ടികളെ പോലെ? അതേടോ, ഇതെന്റെ കുട്ടികളാ. അമ്മിഞ്ഞ പാലിന് പകരം ആരാന്റെ ചോര കുടിക്കുന്ന എന്റെ കുട്ടികൾ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദാമോട്ടൻ നാടകം കളിക്കുക? അതെ, നാടകം. ഒരു നാടകം കളിച്ചെങ്കിലേ എനിക്ക് രക്ഷപ്പെടാനാവും. എടോ കരുണ, ചെയ്തു പോയ പാപത്തെ മറച്ചു വെക്കാൻ മനുഷ്യര് നാടകം കളിക്കാറുണ്ട്. ഒട്ടില്ലാത്തവൻ ഒട്ടനുഭവിക്കുന്നവർ അഭിനയിക്കുന്നത് പോലെ. എനിക്കൊന്നും പിടി കിട്ടുന്നില്ല. നിങ്ങൾ എന്നോട് പൊറുക്കണം. നാടൻ രാക്കിന്റെ ലഹരി കൊണ്ടോ അതോ മനുഷ്യന്റെ താളം തെറ്റിയത് കൊണ്ടോ ചെയ്തു പോയ പാപത്തിന്റെ പശ്ചാത്താപം കൊണ്ടോ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്നോട് പൊറുക്കുമെന്ന് എനിക്കറിയാം. എന്റെ ദൈവങ്ങളും എന്നോട് പൊറുക്കും. എന്റെ കഥയറിയുന്ന മാണിക്യത്തിന്റെ കുഞ്ഞു കണ്ണുകളിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. കഥയറിയാത്ത
ഈ കരുണനിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. ആരാനെ കൊല്ലാൻ വേണ്ടി എന്നെ കൊണ്ട് ആയുധം പണിയുന്ന ശിവദാസനിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. അതെ, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഒരു നാടകം കളിക്കാൻ പോവുക. അതെ, ഒരു നാടകം കളിക്കാൻ പോവുക. നിങ്ങളെ താലോലിച്ച ചോര പൊടിയും. അതുകൊണ്ടാ നിങ്ങളെ ആരും താലോലിക്കാത്തത്. താലോലിക്കാനും സ്നേഹിക്കാനും ഈ പെരുങ്കൊല്ലനുണ്ട്. നിങ്ങളുടെ പെരുങ്കൊല്ലൻ. നിർത്ത്. നിങ്ങളെ ഒരു പേക്കൂത്തല്ല. ഞാൻ പഠിക്കുക ആയുധങ്ങളെ കുറിച്ച്. സ്നേഹത്തോട് മാറോട് അണിച്ചപ്പോ കുതിര വീണ് എന്റെ കാൽ വിരൽ മുറിഞ്ഞു. സ്നേഹത്തോട് തലോടിയപ്പോൾ എന്റെ ചൂണ്ടുവിരൽ മുറിച്ചു. ലോകത്തിന്റെ ക്രൂര സ്വഭാവമാണോ ഈ ആയുധങ്ങൾക്ക്? കുടിച്ച ആളുകൾക്ക് ഭ്രാന്ത് വരുമെന്ന് കേട്ടിട്ടുണ്ട്. നട്ടഭ്രാന്ത് ഇതാദ്യമായിട്ട് കാണുക. ഇതിനു മുമ്പ് നീ എന്റെ നട്ടഭ്രാന്ത് കണ്ടിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? കൊയ്ത്ത് കഴിഞ്ഞ് പണ്ട് നമ്മ കണാരന്റെ വെള്ളരിക്കണ്ടെത്തി സ്റ്റേജ് കെട്ടി നാടകം കളിച്ചത് ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നു. ചോരപുരണ്ട കത്തി എന്ന നാടകം. അതെ, ഞാൻ ഇപ്പോഴും ആ നാടകത്തിലാണ്. ചെയ്തു പോയ പാപത്തിനെതിരെ വിളിച്ചു പറയുമെന്ന് ഭയത്താൽ സ്വന്തം മകനെ കുത്തിക്കൊന്ന അച്ഛന്റെ ആ ഭാഗം ശരിക്കും ഞാൻ അഭിനയിക്കുകയാണ്. ശരിക്കും അഭിനയിക്കും. നിർത്ത് നിങ്ങളെ ഒരു നാടകം കളി. മോനെ, നീ വളർന്നു വലുതാവുമ്പോ അച്ഛൻ ചെയ്ത പാപത്തിനെതിരെ ചൂണ്ടുവിരൽ ചൂണ്ടുമെന്ന ഭയടിയിലാണ് അച്ഛൻ നിന്നെ കുത്തിക്കുന്നത്. അരവിന്ദന്റെ ചൂണ്ടുവിരൽ, അങ്ങാടിയിൽ കൊത്തിത്തറച്ചിട്ട അരവിന്ദന്റെ ചൂണ്ടുവിരൽ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. പോലീസുകാർ എത്ര പരതിയിട്ടും അവന്റെ ചൂണ്ടുവിരൽ കണ്ടില്ല. ഇപ്പോൾ ചുടലപ്പറമ്പിൽ അരവിന്ദന്റെ ശവം കത്തിച്ചാമ്പലായിട്ടുണ്ട്. പക്ഷേ അരവിന്ദന്റെ അറ്റുപോയ ചൂണ്ടുവിരൽ അങ്ങാടിയിൽ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ടാകും. അതെ, അരവിന്ദന്റെ ചൂണ്ടുവിരൽ. ഇതെങ്ങനെ ഇവിടെ എത്തി? അങ്ങാടിയിൽ അവന്റെ ശരീരം വെട്ടി നുറുക്കിയപ്പോൾ ആയുധങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയതായിരിക്കാം. ആയുധങ്ങളെല്ലാം പെറുക്കി ശിവദാസൻ ഇവിടെ കൊണ്ടുവന്നപ്പോ കണ്ടിട്ടുണ്ടാവില്ല. ഞാനും കണ്ടില്ല. വെറുതെയല്ല മാണിക്യം പച്ചയിറച്ചി ചീഞ്ഞു നാറുന്നുണ്ടെന്ന് പറഞ്ഞത്. ആരെങ്കിലും കണ്ടോ? ഇല്ല, ഇത്രയും വേഗം ഇവരെ ഇവിടുന്ന് പുറത്താക്കണം. നിനക്ക് ഇവിടെ കുടിച്ച് കിടക്കാനുള്ള സ്ഥലമല്ല. എന്റെ മോള് മാണിക്ക് ഇപ്പൊ വരും. നീ പുറത്തു പോ.
ഇതെന്താ ചെയ്യുക? കുഴിച്ചിട്ടാലോ? വേണ്ട. കുഴിയിൽ നിന്നും ആയിരം ആയിരം ചൂണ്ടുവിരൽ പുറത്തു വന്നാലും തലയിലിട്ടാലോ? വേണ്ട. കത്തിക്കരിഞ്ഞ് പച്ചയിറച്ചിയുടെ മണം ചുറ്റുപാടും മണക്കും. ആളുകൾ മണത്തറിയും. പോലീസ് നാൾ മണത്ത് മണത്ത് വരും. വേണ്ട, വേണ്ട. ഇത് എന്റെ കീശയിൽ തന്നെ കിടക്കട്ടെ. ഇതിന്റെ നാറ്റം ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ. ആരായാലും ഇപ്പൊ എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ രാമൻകുട്ടി മാഷിന്റെ നാടകം പഠിക്കുക. ചോരമുരുണ്ട കത്തി, അതില് അങ്ങനെ കൊന്ന അച്ഛന്റെ ഭാഗം, ആ സംഭാഷണം ശരിക്കും ഞാൻ പഠിച്ചഭിനയിക്കുക. കൊല്ലപ്പെട്ട മകനാണ് അരവിന്ദനോ? അതെ, അരവിന്ദൻ. എന്റെ ചിത കത്തിത്തീരും മുന്നേ ദാമോട്ടനെ ഒന്ന് കാണണമെന്ന് കരുതി. എന്തിന്? ദാമോട്ടന്റെ കടാരയ്ക്ക് നല്ല മൂർച്ചയാ. ശിവദാസൻ എന്റെ ഇടനെഞ്ചിൽ ഒറ്റ കുത്തേ കുത്തിയുള്ളൂ. പിടഞ്ഞു വീണ് ഞാൻ. ആ പിടച്ചിലിനിടയിൽ ശിവദാസൻ എന്നെ കൊത്തി നുറുക്കി. ദാമോട്ടന്റെ കടാരയ്ക്ക് മിന്നുന്ന മൂർച്ചയാ. സമ്മതിച്ചു ദാമോട്ട, സമ്മതിച്ചു. ഒരു പെരുങ്കൊല്ലന്റെ കരവിരുത്. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് വേണം എന്റെ ചൂണ്ടുവിരൽ, അറ്റുപോയ ചൂണ്ടുവിരൽ. ചൂണ്ടുവിരലോ? അത് 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 ഇവിടെ എവിടാ? എനിക്ക് ഉറപ്പാണ്, എന്നെ കൊലപ്പെടുത്തിയ ആയുധത്തിൽ എവിടെയോ അത് തറച്ചു കിടപ്പുണ്ട്. അന്ന് രാത്രി ആയുധങ്ങളും പെറുക്കെ കൂട്ടി ശിവദാസൻ നേരെ ഇങ്ങോട്ടല്ലേ വന്നത് ദാമോട്ട? അതിവിടെങ്ങാനും കാണും. നിനക്കിപ്പോ എന്തിനാ? എനിക്ക് വേണം എന്റെ ചൂണ്ടുവിരൽ. നേരുകൾ ചൂണ്ടി പറയാൻ, കപടതകൾക്കെതിരെ വിരൽ ചൂണ്ടാൻ എനിക്ക് വേണം എന്റെ ചൂണ്ടുവിരൽ. എനിക്ക് വേണം. ദാമോട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? മോനെ, ഞാൻ ആലോചിക്കാൻ, നമ്മൾ ആദ്യം അവസാനമായി കളിച്ച നാടകം. നീ എന്നെ ഒന്ന് ഭ്രാന്ത് പിടിപ്പിക്കാതെ പോ. എനിക്ക് എല്ലാം മറന്നൊന്ന് ഉറങ്ങണം. ദാമോട്ടൻ അങ്ങനെ ഉറങ്ങാൻ സാധിക്കും? ചുടലപ്പറമ്പിൽ എന്റെ ശവം കത്തിക്കരിയുമ്പോൾ, ആ ശവഗന്ധം ഇവിടെ ആകെ പടരുമ്പോൾ, എന്റെ കാണാതായ ചൂണ്ടുവിരൽ ദാമോട്ടന്റെ നിക്കറിന്റെ കീശയിൽ വിറങ്ങലിച്ച് കിടക്കുമ്പോൾ ദാമോട്ടൻ അങ്ങനെ ഉറങ്ങാൻ സാധിക്കും? അതേ ദാമോട്ട, അറ്റുപോയ ചൂണ്ടുവിരൽ എനിക്ക് വേണം. നേരുകൾ ചൂണ്ടി പറയാൻ മരിച്ചവർക്കും വേണം ചൂണ്ടുവിരൽ. അതുകൊണ്ട് എന്റെ ചൂണ്ടുവിരൽ ഇതാ ദാമോട്ട, ഇതാ ദാമോട്ടന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. താ ദാമോട്ട, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. നേരുകൾ ചൂണ്ടി പറയാൻ മരിച്ചവർക്കും വേണം ചൂണ്ടുവിരൽ. അതെ, ചൂണ്ടുവിരൽ എനിക്ക് വേണം. എന്റെ ചൂണ്ടുവിരൽ, ചൂണ്ടുവിരൽ എനിക്ക് വേണം, ചൂണ്ടുവിരൽ എനിക്ക് വേണം, ചൂണ്ടുവിരൽ, ചൂണ്ടുവിരൽ.
കൊട്ടാരത്തിൽ വന്ന് നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇല്ല, ഞാൻ നിനക്ക് തരില്ല ഈ ചൂട്ടുകൾ. ഞാൻ ചെയ്തു പോയ പാപത്തിന്റെ അടയാളമായി ഇതെനിക്ക് വേണം. എനിക്ക് വേണം. ആരാ? ശിവദാസൻ. ശിവദാസനോ? മാണിക്യം ഉറങ്ങിയോ? ഉറങ്ങി ഉറങ്ങി. പറഞ്ഞ പോലെ ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടി വെച്ചിട്ടില്ലേ? ഇന്ന് രാത്രി തന്നെ അടുത്ത ഇരയെ വെട്ടിവിട്ടു. ഇനിയൊന്ന് നിർത്തിക്കൂടാ നിനക്ക്? ആയിട്ടില്ല. അവരുടെ ഒരു കൊടി പോലും നമ്മുടെ ഈ അങ്ങാടിയിൽ കളിക്കരുത്. ഓ, എനിക്ക് കേൾക്കാൻ കൂടി വയ്യ. രാമുവേട്ടനൊന്നും കേൾക്കുകയും കാണുകയും വേണ്ട. വെറുതെ ആയുധങ്ങൾ മാത്രം ഉണ്ടാക്കി തന്നാ മതി. ഇല്ല, പാപത്തിന്റെ ചോരയിൽ പുരട്ടാൻ ഇനി ഒരു കുഞ്ഞു കത്തി പോലും ഈ പെരുങ്കൊല്ലനെ കൊണ്ട് ചെയ്യാനാവില്ല. ആവില്ല, ആവില്ല. രാമുവേട്ടന്റെ ഈ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ പണ്ട് കളിച്ച നാടകമാണ്. ചോര പുരണ്ട കത്തി. സ്വന്തം മകനെ കൊന്നിട്ട് വിതുമ്പിക്കറിയുന്ന അച്ഛൻ. നാടകത്തിലെ അതേ ഇരിപ്പും ഭാവമാ ഇപ്പൊ രാമുവേട്ടന്. നിനക്ക് ഓർമ്മയുണ്ടല്ലേ ആ നാടകം? അതിൽ അഭിനയിച്ചവരെ നിനക്ക് ഓർമ്മയുണ്ടോ? അരവിന്ദനും ആണിയമ്മയും. ഇപ്പോ അതൊന്നുമല്ല എന്റെ പ്രശ്നം. എന്റെ രാഷ്ട്രീയമാണ്, എന്റെ പാർട്ടിയാണ്, എന്റെ സംഘടനയാണ്. ആശയം തോൽക്കുമ്പോൾ ആയുധം. ഞങ്ങൾ പഠിച്ച പാഠം എവിടെ? എവിടെ ഞാൻ പറഞ്ഞ ആയുധങ്ങൾ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പാപത്തിന് വേണ്ടി ഞാൻ ഇനി ഒരു കത്തി പോലും ചെയ്യില്ല. നിങ്ങൾ ഉണ്ടാക്കി തന്ന ആയുധങ്ങൾ കൊണ്ടാണ് ഞാൻ എന്റെ എതിരാളികളെ വെട്ടി വീഴ്ത്തിയത്. എന്നെക്കാൾ മുമ്പ് പാപം ചെയ്തത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്നെക്കാൾ മുമ്പ് പിടിക്കപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. സമയം പോകുന്നു. ഇരകൾ കൂടടയുന്നതിന് മുമ്പേ എനിക്കിറങ്ങണം. എവിടെ എവിടെ ആയുധങ്ങൾ? എവിടെ ആയുധങ്ങൾ? ഇത് കണ്ടോ? ഇത് കണ്ടോ? ബോംബാണിത്. ആദ്യം ഇതെറിഞ്ഞൊരു പുകമറ, പിന്നെ വെട്ടിക്കൊല. അതാണല്ലോ രീതി. അതെന്നെ കൊണ്ട് ചെയ്യിക്കണോ ഇവിടെ? വേണ്ട, എന്റെ മാണിക്യത്തിന് വേണ്ടി, അവളുടെ കുഞ്ഞുമാനവിന് വേണ്ടി എനിക്ക് ജീവിക്കണം. എനിക്ക് ജീവിക്കണം. എങ്കിൽ വേഗം എടുക്ക ആയുധങ്ങൾ. എടുക്ക. കുഞ്ഞാട് അറവ് കത്തിയോട് ചോദിച്ചു, എന്തിനാ അറവ് കത്തി നീ എൻ്റെ കഴുത്ത് മുറിക്കുന്നത്? അറവ് കത്തി പറഞ്ഞു, ഞാനല്ലല്ലോ അത് ചെയ്യുന്നത്, അറവുകാരൻ്റെ കൈകളല്ലേ. രാമുവേട്ടന് കുറ്റബോധം തോന്നിയിരിക്കുന്നു. കുറ്റബോധം തോന്നിയാൽ എല്ലാം വിളിച്ചു പറയാൻ തോന്നും. നമ്മുടെ ഈ ആയുധ കച്ചവടം മൂന്നാമതൊരാൾ അറിഞ്ഞാൽ ഞാൻ പറഞ്ഞത് സത്യമായതല്ലേ? ഞാൻ എല്ലാം കേട്ടു, എല്ലാം അറിഞ്ഞു. ആരോട് പറയരുത്. ഞാൻ പറയും, ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും.
തലയിട്ട് കിടക്കണ ശവങ്ങൾ കാണാൻ എനിക്ക് വയ്യ. എനിക്ക് പേടിയാവുന്നു. ശിവദാസേട്ടനാണ് ചെയ്യുന്നത്. അച്ഛനാണ് ആയുധം പണിഞ്ഞു കൊടുത്തതെന്ന് ഞാൻ എല്ലാരോടും വിളിച്ചു പറയും. മാണിക്യം, ശിവദാസേട്ടനോ പറയുന്നു. ശിവദാസേട്ടനാ ചെയ്തെന്ന് നമ്മൾ ആരോടും പറയരുത്. ഞാൻ പറയും. നേരം വെളുത്താ പിന്നെ അങ്ങാടിയിൽ ചെന്ന് ഞാൻ വിളിച്ചു പോവും. ചെറുനാവുകളെ അടക്കി നിൽക്കാനാവില്ല. ഈ നാവിനെ പൊങ്ങരുത്. ശിവദാസ വേണ്ട. രാമവട്ടം പേടിക്കണ്ട. മാണിക്യത്തെ ഞാൻ ഒന്നും ചെയ്യില്ല. അയ്യോടാ, എന്റെ കുഞ്ഞിന് ഒന്നും ചെയ്യില്ലെന്ന് പറ. അച്ഛാ, പറ അച്ഛാ. വെള്ളാരം കല്ലുപോലുള്ള കണ്ണുകളും മിനുസമുള്ള രോമങ്ങളുമുള്ള നിന്റെ കളിക്കൂട്ടുകാരി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയോ? വിളിച്ചു പറഞ്ഞാൽ ഇതായിരിക്കും നിന്റെ ഗതി. പേടിക്കണ്ട, ഇവളിനി ഒന്നും പറയില്ല. ഇത് കണ്ടോ, ഇത് കണ്ടോ, കൂട്ടുകാരി നഷ്ടപ്പെട്ടതല്ലേ? പകരം പകരം ഇതാ ഒരു കളിപ്പാട്ടം. ഇതാ ഇതാ ഇത് ബോംബാണ്. വേണ്ട, വലിച്ചെറിയരുത്. നിലത്തിട്ടാൽ ഈ കൊല്ലപ്പുരയാകെ ചുറ്റി ചാമ്പലാകും. എനിക്ക് പേടിയാവുന്നു. ഇത് നിലത്തെറിഞ്ഞ് എനിക്കെന്റെ കുഞ്ഞുമാളനെ ഒന്ന് ഉമ്മ വെക്കണം. നിലത്തെറിയരുത്. അത് പൊട്ടാൻ കാത്തിരിക്കുന്ന ബോംബ. നിലത്തെറിയരുത്. അച്ഛാ, എനിക്ക് പേടിയാവുന്നു. അച്ഛനൊന്നിങ്ങ് വാ. അച്ഛൻ അച്ഛൻ ഇപ്പൊ വരാം. അരവിന്ദന്റെ ചൂണ്ടുപെരൽ അത് അവന് കൊടുക്കണം. നേരുകൾ ചൂണ്ടിപ്പറയാൻ അരവിന്ദന് ആ ചൂണ്ടുവിരൽ വേണം. ആ അച്ഛൻ അരവിന്ദന് ആ ചൂണ്ടുവിരൽ ഇവിടെ ഇരിക്കെ. ഞാൻ അരവിന്ദന് കൊടുത്തിട്ട് വരാം. അരവിന്ദ അരവിന്ദ അരവിന്ദ. ഈശ്വര, അച്ഛനും പോയി. ഞാനും എന്റെ കളിപ്പാട്ടവും മാത്രം ബാക്കിയായി. പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ഈ കളിപ്പാട്ടം ഞാൻ എന്താ ചെയ്യാ? ചോര വാർന്ന് കിടക്കണ എന്റെ കുഞ്ഞുമാളും എന്താ പിഴച്ചു? ഞാൻ എന്താ പിഴച്ചു? കുഞ്ഞാട് അറവ് കത്തിയോട് ചോദിച്ചു, എന്തിനാ അറവ് കത്തി നീ എൻ്റെ കഴുത്ത് മുറിക്കുന്നത്? അറവ് കത്തി പറഞ്ഞു, ഞാനല്ലല്ലോ ഇത് ചെയ്യുന്നത്, അറവുകാരൻ്റെ കൈകളല്ലേ.